എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇനി വരുന്ന 13-ാം തീയതി തൊട്ടുള്ള കുറച്ച് എക്സാമുകൾ വരുന്നുണ്ട്. അതിൽ ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തുടങ്ങിയ വിവിധതരം പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ കാറ്റഗറിക്കും ഓരോ രീതിയിലാണ് നമ്മൾ എക്സാമിനെ കാണേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എക്സാമിനും വരുന്ന കട്ട് ഓഫുകൾ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിലും കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കാറ്റഗറി നമ്പറിൻ്റെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഷോർട്ട് ലിസ്റ്റിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ കട്ട് ഓഫ് വരണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് വർഷം മുമ്പേ ഉള്ള ഷോർട്ട് ലിസ്റ്റുകളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ഓഫിൻ്റെ വ്യത്യാസം വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ഓഫ് ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. എങ്കിലും ഏകദേശം എങ്ങനെയൊക്കെയാണ് ഒരു എക്സാമിന് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റിൻ്റെ കാര്യമാണ്. ടൈപ്പിസ്റ്റ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ, ബാക്കിയുള്ള ഏത് ടൈപ്പിസ്റ്റ് ആണെങ്കിലും ആ ഒരു എക്സാമിന് ഏത് രീതിയിലാണ് മാർക്ക് വാങ്ങേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ മാർക്ക് വാങ്ങി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 84/2018 എന്നുള്ള ഒരു ഷോർട്ട് ലിസ്റ്റാണ്. അത് കേരള വാട്ടർ അതോറിറ്റീൻ്റെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റിന് ഒരു ഷോർട്ട് ലിസ്റ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ OMR ടെസ്റ്റിൻ്റെ ബേസിലാണ്. ടൈപ്പിസ്റ്റിന് നിങ്ങൾക്ക് അറിയാം ഒറ്റ ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു OMR ടെസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ സ്കിൽ ടെസ്റ്റ് മറ്റുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇതിൽ വന്നിട്ടുള്ള ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കുറച്ച് അധികം ഉണ്ട്. നോക്കാം. അപ്പോൾ ഇതിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് 54.33 കട്ട് ഓഫ് വരുന്നത്. ഇത് ഏത് ഡേറ്റിനാന്നുള്ളത് കൂടി നിങ്ങളൊന്ന് നോക്കുക. ഇത് 2020 വന്ന ഒരു ഷോർട്ട് ലിസ്റ്റാണ്. ആ ഷോർട്ട് ലിസ്റ്റിൽ 54 മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന എക്സാമിൻ്റെയൊക്കെ ഷോർട്ട് ലിസ്റ്റുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിൽ 60-ന്റെ മുകളിലുമാണ് കട്ട് ഓഫ് വരുന്നത്. ഈ ടൈപ്പിസ്റ്റിൻ്റെത് മറ്റുള്ള എക്സാമുകൾ സ്കിൽ ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് ഷോർട്ട് ഹാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ടൈപ്പ് റൈറ്റിംഗ് മാത്രം പഠിച്ചിട്ട് വരുന്നവർ കുറേ പേരുണ്ടാവും. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിനേക്കാളും സ്റ്റെനോഗ്രാഫറിനേക്കാളും കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 65 മാർക്കെങ്കിലും കിട്ടിയാൽ മാത്രമേ നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയുള്ളൂ. പിന്നെ ഈ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം മാർക്ക് ഇതിൽ വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ OMR ടെസ്റ്റിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജോലി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആദ്യത്തെ റാങ്കുകളിൽ ഇടം നേടാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരുന്ന OMR ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് അല്ലാതെ റാങ്ക് നിർണ്ണയിക്കുന്നതും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ OMR ടെസ്റ്റിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ വരുമ്പോൾ OMR ടെസ്റ്റിൻ്റെ പ്രാധാന്യം കുറച്ച് കുറവാണ്. പക്ഷേ ടൈപ്പിസ്റ്റിൻ്റെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്കിൽ ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ OMR ടെസ്റ്റിൻ്റെ മാർക്കാണ് ഇവിടെ റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം മാർക്ക് വാങ്ങുക, അതാണ് ഇവിടെ പറയുന്നത്. മിനിമം ഒരു 65 മാർക്കെങ്കിലും വേണം, എന്നാൽ മാത്രമേ നമുക്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുള്ളൂ. ഇനിയുള്ള ലിസ്റ്റുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല. ഒഴിവ് കുറവായിരിക്കോ കൂടുതലായിരിക്കോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നോട്ടിഫിക്കേഷനിൽ കറക്റ്റ് ഇത്ര ഒഴിവ് എന്നൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 60 മാർക്ക് പോരാ, 65 മാർക്കെങ്കിലും മിനിമം വന്നാൽ മാത്രമേ നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എക്സാമ്പിളിന് ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെയും സ്റ്റെനോഗ്രാഫറിൻ്റെയും ഷോർട്ട് ലിസ്റ്റ് നോക്കാം. ഷോർട്ട് ലിസ്റ്റിൽ ഇതിൽ സ്റ്റെനോഗ്രാഫറിൻ്റെ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ വരുമ്പോൾ അവിടെ വ്യത്യാസമുണ്ട്. 2 ഷോർട്ട് ലിസ്റ്റ് വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആദ്യം തന്നെ ഒരു OMR ടെസ്റ്റ് ഉണ്ടാവും. OMR ടെസ്റ്റിൻ്റെ ബേസിലാണ് എന്ത് വരുന്നത്, ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. ഇതെന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ സ്റ്റേറ്റ് വൈഡിൻ്റെ 491/2020. അത് ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെ ബേസിൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റാണ്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് 491/2020
സ്റ്റെനോഗ്രാഫർ സ്റ്റേറ്റ് വൈഡ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് OMR ടെസ്റ്റിൻ്റെ ബേസിൽ വന്നിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ആണ്. ഇതിൽ OMR ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 57.67 മാർക്കാണ്. ഓക്കെ, ഏകദേശം 60ൻ്റെ അടുത്ത് കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനൊരു കാര്യം പറയാം, സ്റ്റെനോഗ്രാഫർ ആയിക്കോട്ടെ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആയിക്കോട്ടെ, OMR ടെസ്റ്റിൽ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങുന്നു എന്നുള്ളത് പ്രാധാന്യമില്ല. ഇതൊരു എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമാണ് OMR ടെസ്റ്റ്. അത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, റിപ്പോർട്ടർ തുടങ്ങിയ എക്സാമുകൾക്ക് എലിജിബിലിറ്റി ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ മിനിമം ഒരു 60-65, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കട്ട് ഓഫ് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിനും സ്റ്റെനോഗ്രാഫറിനും ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെയും മാർക്കാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ റാങ്ക് നിർണ്ണയിക്കുന്നത്. OMR ടെസ്റ്റിൻ്റെ മാർക്ക് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ മാത്രമാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ സിലബസിൽ ഇപ്പോൾ ഉള്ള എക്സാമിൻ്റെ സിലബസിൽ 50 മാർക്കാണ് ടൈപ്പ് റൈറ്റിങ്ങും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് വരുന്നത്. ഈ ഒരു ഭാഗം തന്നെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഏകദേശം നല്ല മാർക്ക് കിട്ടും. പിന്നെ ഇംഗ്ലീഷ്, മലയാളം ഉണ്ട്. ഓക്കെ, GK ഉള്ളവർക്ക് അത് നല്ലതാണ്, 10 മാർക്ക് സ്കോർ ചെയ്യുക. GK പഠിക്കാൻ പറ്റാത്തവർ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് GK പാർട്ട് ഒഴിച്ചു നിർത്തിയാലും പിന്നെ വരുന്നതിൽ ഇംഗ്ലീഷ്, മലയാളം, പിന്നെ ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏകദേശം ഒരു 40-45 മാർക്ക് നമുക്ക് ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു ഭാഗത്തു നിന്നും മാർക്ക് വാങ്ങാൻ പറ്റുവാണെങ്കിൽ പിന്നെ വരുന്ന ഒരു 20-25 മാർക്ക് ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റണം. അങ്ങനെ ആ ഒരു രീതിയിൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റെനോഗ്രാഫറും കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ OMR ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്റ്റേഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിക്കോളാം. ഡിക്റ്റേഷൻ ടെസ്റ്റ് വരുന്നതും കാത്തിരിക്കരുത്. ഓക്കെ, അപ്പോൾ അതിനുള്ള സ്പീഡ് കാര്യങ്ങളൊക്കെ എഴുതി പഠിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ OMR ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് കണ്ടല്ലോ. OMR ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് 57.67 മാർക്കാണ്. ഇനി നമുക്ക് ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനും കഴിഞ്ഞ ശേഷം വരുന്ന ലിസ്റ്റിൽ നമുക്ക് എത്ര മാർക്കാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. സെയിം ലിസ്റ്റാണ്. സ്റ്റെനോഗ്രാഫർ സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി നമ്പർ 491/2020 കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്. ഇതിൽ ഡിക്റ്റേഷൻ കം ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വരുന്ന മാർക്കാണ് വരുന്നത്. ഇതിലിപ്പോൾ 1.75 മാർക്കാണ് വരുന്നത്. ഓക്കെ, ഇത് പോരാ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് അറിയില്ല. ഓക്കെ, ഇതിൽ എന്തായാലും ഒരു 60, 80, 90 മാർക്ക് വരെ കട്ട് ഓഫ് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇതിൽ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെ മാർക്കുമാണ് വരുന്നത്. അതിൽ ഡിക്റ്റേഷൻ ടെസ്റ്റിലും ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ഇതിലും പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് റാങ്ക് നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെയും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ ഒരു ലിസ്റ്റാണ്. ഇതിൽ നോക്കുക, ഇതിൽ ഡിക്റ്റേഷൻ കം ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡിക്റ്റേഷൻ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ലിസ്റ്റാണ്. ഡിക്റ്റേഷൻ ടെസ്റ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു മാർക്ക് നോക്കുക, 63.75 കട്ട് ഓഫ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫറിനൊക്കെ ഏകദേശം 63.75, 80 വരെ കട്ട് ഓഫ് വരാറുണ്ട്. അപ്പോൾ അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈപ്പിസ്റ്റിൻ്റേതാകുമ്പോൾ OMR ടെസ്റ്റിന് നല്ല പ്രാധാന്യമുണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്കാണ് അതിൽ നല്ല റാങ്ക് കിട്ടുക. പക്ഷേ ഇതിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, റിപ്പോർട്ടർ തുടങ്ങിയ തസ്തികകളിലേക്ക് OMR ടെസ്റ്റിലുള്ള മാർക്ക് പരിഗണിക്കുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അതൊരു ജസ്റ്റ് ക്വാളിഫിക്കേഷൻ മാത്രമാണ്. എങ്കിലും അതിന് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കട്ട് ഓഫ് കടക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് ഡിക്റ്റേഷൻ ടെസ്റ്റാണ്. പിന്നെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡിക്റ്റേഷൻ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഡിക്റ്റേഷൻ ടെസ്റ്റ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറേ പേരൊക്കെ കുറേ വർഷം മുമ്പ് പഠിച്ചവരായിരിക്കും. അപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടാവും. അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, സ്പീഡ് ടെസ്റ്റും
പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ കോപ്പിയൊക്കെ എഴുതി തുടങ്ങിക്കോളുക. നല്ല രീതിയിൽ സ്പീഡ് അതുപോലെ തന്നെ ആക്യുറസി ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇത് കുറച്ച് അധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എത്രയാണ് കട്ട് ഓഫ് വന്നിരുന്നത്. കട്ട് ഓഫിന്റെ കാര്യം നിങ്ങൾ ഒരിക്കലും നോക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വരുന്ന കട്ട് ഓഫ് ആയിരിക്കില്ല പിന്നെ വരുന്നത്. അത് ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. എങ്കിലും നമ്മൾ പഠിക്കുമ്പം പ്രതീക്ഷിക്കുമ്പം നല്ലൊരു കട്ട് ഓഫ് തന്നെ പ്രതീക്ഷിച്ചിട്ട് എക്സാം എഴുതുക. അപ്പോൾ ഇതിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റിനും സ്റ്റെനോഗ്രാഫറിനും ഒക്കെ കട്ട് ഓഫ് വരുമ്പോൾ എന്തായാലും ഒരു 65 അതിന്റെ മുകളിലേക്ക് കട്ട് ഓഫ് പോകാൻ സാധ്യതയില്ല. 70 കട്ട് ഓഫ് വരാൻ സാധ്യതയില്ല. പക്ഷെ ടൈപ്പിസ്റ്റിന്റെ കാര്യത്തിലാകുമ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പിസ്റ്റിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സ്കിൽ ടെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റൊരു ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ടൈപ്പ് റൈറ്റിംഗ് മാത്രം പഠിച്ചവരായിരിക്കും അതിൽ കൂടുതലും വരിക. അതിൽ അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, കട്ട് ഓഫും ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.